എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പായസറാണി മത്സരം കാണാനും. അതെ, നമുക്ക് നമ്മളുടേതായ ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഈ ഒരു എപ്പിസോഡിന് വെയിറ്റ് സെഗ്മെന്റ് ആണ് അത്. നമ്മുടെ ആ ഒരു അത് കൈരളിക്ക് മാത്രമാണ് സ്വന്തം കേട്ടോ, സത്യം പറഞ്ഞാൽ. അതായത് ഈ മത്സരം, പാചക മത്സരങ്ങൾ, കാര്യം നമ്മളാണ് ഇതിന്റെ പൈനിയേഴ്സ് എന്ന് പറയാം. തീർച്ചയായിട്ടും പറയാം. കാരണം ഏതൊരു ഇതിനകത്ത് നോക്കണമെങ്കിൽ തന്നെയും നമ്മുടെ ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. ആൻഡ് വി നെവർ ചേഞ്ച് ദ സിസ്റ്റം. ശരിയല്ലേ? ഇല്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വന്നുകൊണ്ടുണ്ട് പഴയ ആൾക്കാർ അല്ലെ. പായസറാണി എന്നുള്ളത് ഇപ്പോൾ, പക്ഷെ പണ്ട് നമ്മൾ പാചകറാണിയിൽ തുടങ്ങിയ ആൾക്കാരാണ്. പിന്നെ എന്താ പറയാ, പിന്നെ അത് കിച്ചൺ ക്വീൻ, അതിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പായസറാണി, ബേക്കിംഗ് ക്വീൻ ആൻഡ് ബിരിയാണി അങ്ങനെയൊക്കെ മാറി മാറി വരുന്നത്. എന്തായാലും ഞങ്ങൾ മാറുന്നില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ആൻഡ് വരുന്ന കണ്ടസ്റ്റൻസ് മാറുന്നു. ഇപ്രാവശ്യവും നമുക്കൊരു 21 കണ്ടസ്റ്റൻസ് ഉണ്ട്. കുറേ പേരെ സ്ക്രീൻ ചെയ്തിട്ടാണ് അവസാനം 21ലേക്ക് എത്തിയത്. അത് ഒരു മിക്സ്ഡ് ക്രൗഡാണ്. പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. ഈവൻ ബാംഗ്ലൂരിൽ നിന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്, ദുബായിൽ നിന്ന് 2 കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു പാഷനാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കണ്ടസ്റ്റന്റ് നോക്കുവാണെങ്കിൽ തന്നെയും അവരും ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്, കാരണം പകുതി ആൾക്കാരും ക്ലൗഡ് കിച്ചൺ നടത്തുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും അറിയാം എന്താ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ്, ഇന്നത്തെ ഒരു സെഗ്മെന്റ് ആയാലും കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. കാര്യം അവർ കഴിഞ്ഞ സീസണും ഒക്കെ കണ്ടവരാണ്. നമ്മൾ വെറും ഒരു പായസ റൗണ്ട് ഒന്നും തള്ളിക്കളയാം. അല്ല, അത് പറ്റില്ലല്ലോ. നമ്മുടെ ഒരു സീക്രട്ട് ഉണ്ടാവും. നമ്മളൊരു ചാലഞ്ച് തീർച്ചയായിട്ടും കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ വിളിച്ചാലോ? അപ്പൊ നമുക്കൊരു ഓണം മൂഡിലോട്ട് അങ്ങ് കേറിയാലോ? വന്നോളൂ പ്ലീസ്. നമ്മുടെ കണ്ടസ്റ്റൻസ് ഓൾ അറിയാം. 21 പേരുണ്ട്. കൊള്ളാം, കളർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ചേച്ചി, നമുക്ക് കുറേ പേര് വന്നിരുന്നില്ലേ? ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. എൻട്രീസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ആണ്. കാര്യം അവരുടെ പാഷൻ എത്രത്തോളം ഉണ്ട്. പിന്നെ അവർ എല്ലാം നമ്മൾ നോക്കുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ റീജിയണൽ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർ വേണം. പിന്നെ നമുക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ, ഒരുപാട് ആൾക്കാരെ പറ്റത്തുമില്ല. സോ അത്രയും പാഷനറ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. ആക്ച്വലി പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ഒരു ചെറിയ ഡോക്ടർ ലക്ഷ്മി നായരുടെ ഒരു അല്ലേ, എല്ലാവരും ചേച്ചീനെ ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിരിക്കുന്നത്. അത് അവര് തന്നെ പറയണം എന്താണെന്ന്, നമ്മൾ പറയണത് ശരിയല്ല. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വരാനുള്ളൊരു സന്തോഷം, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ? പ്ലീസ്. എൻ്റെ പേര് പ്രസീത ജയ് പ്രഭു. ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. ഈ ഒരു മത്സരത്തിനേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. അത് എൻ്റെ പാഷനാണ് ഇവിടെ എത്തിച്ചത്. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം പാഷനേറ്റ് ആണ്. ഇപ്പോൾ പണ്ടൊക്കെ കുക്കിങ്ങിൽ പാഷനാന്ന് പറഞ്ഞാലൊന്നും വീട്ടിൽ സമ്മതിക്കില്ലല്ലോ, പഠിക്കന്നെ വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഹസ്ബൻഡ് നല്ല ഫ്രീഡാണ്. അപ്പോൾ ആ ഫ്രീഡം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഡാവിന് വന്നിട്ടുണ്ട്. മത്സരങ്ങളിൽ ഒരുപാട് മത്സരങ്ങളിൽ ദുബായിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റ് തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ യാത്ര തുടരണം. അതൊരു കൈരളി ചാനൽ അതിനൊരു വേദിയാവണമെങ്കിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, സാധാരണ എല്ലാം വിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നല്ലൊരു കടുത്ത മത്സരം പ്രതീക്ഷിക്കാം എല്ലാവരും. വേണമല്ലോ, കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ്. അതെ അതെ. അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അഡ്വാൻസ്. ഓക്കെ. എൻ്റെ പേര് സ്വാതി, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കും ഇതുപോലെ തന്നെ ചെറുതിൽ ഞാനൊരു 13 വയസ്സുള്ള സമയത്തിന് ഞാൻ കാണുന്നത് അമ്മ എപ്പോഴും ചേച്ചീൻ്റെ ഈ ഒരു പ്രോഗ്രാം കാണുന്നത്, കുക്കിംഗ് പ്രോഗ്രാം. അതുപോലെ എന്താണോ ട്രൈ ചെയ്യുന്നത് അതെന്ത് ചെയ്യും, അമ്മ പരീക്ഷിക്കും. അങ്ങനെ ഞാനും അതിലിതായി. പിന്നെ ഈ ഒരു മത്സരത്തിന് നല്ലൊരു പാർട്ടിസിപ്പേഷൻ കാഴ്ചവെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. കണ്ണൂരിൽ നിന്നാണ്? കണ്ണൂർ. എൻ്റെ പേര് ലത.
ഞാൻ പല പാചക മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. വനിതയിലെ പാചക റാണി ആയിരുന്നു 23-ല്. ശരിക്കും ആക്ച്വലി ഞാൻ ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. പക്ഷേ ഈ മത്സരങ്ങളോടും ഭക്ഷണത്തിനോടും ഉള്ള ഇഷ്ടം കാരണം ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിന്റെ പുറകെ നടക്കുന്നതാണ്. അത് ശരി, അടിപൊളി. വീട്ടിലൊരു ക്ലൗഡ് കിച്ചണൊക്കെ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ ഇനി സ്ട്രോങ് ആയി. ഓക്കെ, നമ്മളെ കൊണ്ടേ പോകും. താങ്ക് യു. എൻ്റെ പേര് സരിത സുരേഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്ന ഒത്തിരി പാഷനാണ്. ചേച്ചിയുടെ പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ട്. പിന്നെ ഞാൻ പായസമേളകൾ ഓണത്തിന് നടത്താറുണ്ട് ഹരിപ്പാട്. എല്ലാവർക്കും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? പുള്ളിക്കാരി ഒരു വെറ്ററനാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് നസീബ. ഞാൻ അബുദാബിയിലാണ്. ഇവിടെ എറണാകുളത്താണ് ഹസ്ബൻഡ് വീട്. ഞാൻ ജനിച്ചത് വളർന്നൊക്കെ തൃശ്ശൂർ ചാവക്കാട്. അപ്പോൾ 3 റീജിയൻസ് റെപ്രസെൻറ്റിങ്. പിന്നെ അവിടെ ഒരു പ്രൊഫഷണലി നേഴ്സാണ്, പക്ഷേ ഹെൽത്ത് സയൻസ് ടീച്ചറായിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാറുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പം നല്ല ശക്തമായ കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ടെന്ന്. ഈ ഗ്രൂപ്പ് തന്നെ നല്ല പവർ ഗ്രൂപ്പായി. ഹായ്, എൻ്റെ പേര് ജീന. ഞാനിവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി അബ്രോഡ് പോകാൻ പ്ലാൻ ചെയ്യുക. ആക്ച്വലി എനിക്കിങ്ങനെ ഇതേപോലെ ഒരു മത്സരത്തിലൊന്നും എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫസ്റ്റ് ടൈമാണ്. സോ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ലൈക്ക് മോർ ഓവർ എനിക്കൊരു പാഷനും കൂടെയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. സോ ഒരു പാഷൻ്റെ പുറത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് പ്രിയ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. എനിക്ക് കുക്കിംഗ് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്, അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും പോകണം. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒരു ഇതും ഇല്ല. എന്തായാലും ഈ ഒരു ഫ്ലോറിൽ വരണം, മാമിനെയും സാറിനും ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. വളരെ സന്തോഷം. പാർട്ടിസിപ്പേഷൻ പറയാൻ പറ്റില്ല, പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്, പക്ഷെ ചിലപ്പോൾ സമ്മാനം കൊണ്ടായിരിക്കും പോകുന്നത്. എൻ്റെ പേര് രഹന. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നത്. പായസ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കലുണ്ട്. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് അല്ലേ മത്സരങ്ങളിലൊക്കെ? പിന്നെ ശരിക്കും പറഞ്ഞാൽ പുഡിങ് ഉണ്ടാക്കി പഠിച്ചത് മാമിൻ്റെ റെസിപ്പി കണ്ടിട്ടാണ്. അതുപോലെ മാമിനെ കാണാൻ ഒന്ന് ഫോട്ടോ എടുക്കുക, അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഓക്കെ, ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് സാജിദ റഹീം. എൻ്റെ സ്വദേശം കോഴിക്കോട് പേരാമ്പ്രയാണ്. ഇപ്പം ആലുവയില താമസിക്കുന്നത്. കോമ്പറ്റീഷനൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് ഇഷ്ടമൊന്നും അല്ലായിരുന്നു, പക്ഷേ എല്ലാ വീഡിയോസൊക്കെ കാണും. മാമിൻ്റെ ഇപ്പോൾ മാജിക് ഓവൻ ആണെങ്കിലും പണ്ട് മുതലേ കാണാറുണ്ട്. പക്ഷേ പരീക്ഷണങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ചെയ്തു തുടങ്ങി. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പായസം സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം വരാൻ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. പക്ഷേ ഈ വർഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു. വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ഐഷ ഷഫി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ കുറേ പാചക മത്സരത്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പായസം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എല്ലാ ഫ്രൈഡേയും ഞാൻ പായസം ഉണ്ടാക്കും. ഞാൻ കോഴിക്കോടാണെങ്കിൽ എൻ്റെ നാട് പാലക്കാടാണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ കണ്ടു വളർന്ന അമ്മ എപ്പോഴും പായസം ഉണ്ടാക്കുന്നത്, വെറൈറ്റി പായസങ്ങളെല്ലാം ഉണ്ടാക്കും. അമ്മ നന്നായി ഉണ്ടാക്കും. അങ്ങനെ ഒരു വെറൈറ്റി പായസമായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് എൻ്റെതായ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വെറൈറ്റി പായസമായിരിക്കും. അത് എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ, ജഡ്ജസിനും തോന്നണം. അതുപോലെ പിന്നെ അതെല്ലാം ഉണ്ടാക്കും. പിന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണം വിഷു ഒക്കെ ആയാലും പായസത്തിന്റെ സെയിലുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും അതൊരു നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ഷീ ഈസ് അഗെയിൻ ഒരു എക്സ്പേർട്ട് ഇൻ പായസം മേക്കിംഗ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഈ സൈഡിലേക്ക് പോവാം. ഓക്കെ. എൻ്റെ പേര് ഷിബി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. മാമാണ് എൻ്റെ ആദ്യ ഗുരു. ഞാൻ സൺഡേ പള്ളി കഴിഞ്ഞാൽ ഓടി വരുന്നത് മാജിക് ഓവൻ കാണാനാണ്. ചെറുപ്പം മുതലേ കണ്ട് അങ്ങനെ ഇപ്പോഴും എല്ലാ കുക്കിങ്ങും ഞാൻ കാണും, എല്ലാ വ്ലോഗും കാണാറുണ്ട്. ഇവിടെ വന്ന് പരിപാടി പങ്കെടുക്കുന്നതിന് ഉപരി മാമിനെ ഒന്ന് കാണാം, സാറിനെ ഒന്ന് കാണാം. പിന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ചെറുപ്പം മുതൽ നമ്മുടെ പ്രായത്തിനെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണയായി. അത് മാത്രം എഡിറ്റ് ചെയ്താൽ മതി. അതെ അതെ അതെ. എൻ്റെ പേര് ഷാനിദ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഈ പ്രോഗ്രാമിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ
ലക്ഷ്മി മോനെ കാണുമെന്നുള്ള ഏറ്റവും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ എന്തായാലും പോകണം. ഞാൻ കുറേ നാളുണ്ട് ബേക്കിംഗ് ക്യൂണിൽ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയതാ, പക്ഷെ വരാൻ പറ്റിയില്ല. അങ്ങനെയാണ്. അപ്പോഴേ വരണം കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മാമിനോട് പറഞ്ഞു, നമ്പറൊക്കെ വാങ്ങി തന്നായിരുന്നു, പക്ഷേ കിട്ടിയില്ല വിളിച്ചിട്ട്. പിന്നെ രണ്ടുപേരും ഇഷ്ടമാണ്. തില്ലാനെ അന്ന് പോലെ തന്നെ കേട്ടോ, ഇന്ന് സൗന്ദര്യത്തിനൊന്നും ഒരു കുറവില്ല. രണ്ടുപേരെ ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ ഞാനൊരു ഹോം ബേക്കറാണ്. എൻ്റെ പേര് അഭിനയ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ചെറിയ ആൾക്കാരാണ് ഇനിയുള്ള 2-3 ആൾക്കാർ. ഓക്കെ, ഞാൻ സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ്. യങ്സ്റ്റേഴ്സ് ആണ് എല്ലാവരും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ പരിപാടിയുടെ ഇത് വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൂടാന്ന് വിചാരിച്ച് വന്നു. പിന്നെ ഇതൊരു പാഷനുള്ള ആളായിരിക്കുമല്ലോ അല്ലേ? ഹോട്ടൽ മാനേജ്മെന്റിൽ പോവില്ലല്ലോ പഠിക്കാനായിട്ട് അല്ലേ? ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇവിടെ വരാൻ പറ്റി, ഇവരുടെ കൂടെ ഒക്കെ ഇവരുടെ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടാകും. അത്രയും എക്സ്പേർട്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് അൽഫിയ, ഞാനും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു. സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയർ. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. പിന്നെ ഞാനൊരു 8ാം ക്ലാസ് മുതൽ കേക്ക് ഒക്കെ ഉണ്ടാക്കി തുടങ്ങുമായിരുന്നു. പിന്നെ കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയപ്പോൾ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്തതാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എന്താ പേര് ചാനലിന്റെ? അൽഫിയ ഹാജറാണ് എൻ്റെ പേര് തന്നെയാണ്. ഇതുപോലൊരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് റിഫ, ഞാൻ മലപ്പുറത്ത് നിന്നായിരുന്നു. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സന്തോഷമായില്ലേ? സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് രഹ്ന മുഹമ്മദ്, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. കുക്കിംഗ് എൻ്റെ പാഷനാണ്. കുക്കിംഗ് ചെയ്യുക, സെർവ് ചെയ്യുക, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, അതിൽ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഈ കൈരളി ചാനലിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൂടാതെ മാം അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഇരട്ടി മധുരം പായസം പോലെ തന്നെ. മാജിക് ഓവൻ തൊട്ട് കാണൽ തൊട്ടാണ് കുക്കിംഗ് പാഷനായി തുടങ്ങിയത്. ഞാനും ഒരു ഹോം ബേക്കറാണ്. മാമിൻ്റെ മാർബിൾ കേക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ പേര് രഞ്ജു ബിനു, ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. കാസർഗോഡ്? അതെ. പിന്നെ ഞാൻ ഈ പരിപാടി വന്നത് തന്നെ എൻ്റെ കൊച്ച് കൈരളി TV വെച്ചപ്പം അതിനകത്ത് പായസറാണി മത്സരത്തിൻ്റെ ഫോൺ നമ്പറാണ്. അമ്മയെ വേഗം ബാധ പായസറാണി മത്സരം നടക്കുന്നു, അമ്മ അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 മക്കളാണ്. അന്നേരം അങ്ങനെ മോള് പറഞ്ഞു. എനിക്കിപ്പോ മനസ്സിലായി. ഓക്കെ, 5 പേര് എല്ലാവരും കരാട്ടെ. ഓ യെസ്, കരാട്ടെ ഫാമിലി. 3 മക്കളും ബ്ലാക്ക് ബെൽറ്റ് ആണ്. അങ്ങനെ ഞാൻ ആ പ്രൊഫൈൽ കണ്ടിരുന്നു, അതാ ഞാൻ പെട്ടെന്ന് എനിക്ക് റിക്കളക്ട്. എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാത്തരം ഫുഡും എല്ലാം കുക്ക് ചെയ്യുന്നതാണ്. അപ്പം പായസത്തിലേക്ക് മത്സരിക്കാൻ അങ്ങനെ 5 കുട്ടികളുടെ അമ്മയാണെന്ന് പറയുമോ കണ്ടാല്? അതാണ് അവിടെയാണ് കാര്യം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എൻ്റെ പേര് സുലേഖ, ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നത്. ഞാനൊരു ഹോം ബേക്കറാണ്. ഹോം ബേക്കറാണ്. പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയാലും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ഒരുപാട് കോമ്പറ്റീഷന് പങ്കെടുത്തിന്, പായസ മത്സരത്തിന്. പിന്നെ 2 പേരെ ഒന്ന് നേരിട്ട് കാണണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് അടുത്ത 2 ദിവസം നിങ്ങൾക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, എന്താ പേര്? റിയ കിച്ചൺ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് സഫീർ റിയാസ്, ഞാൻ കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് കുക്കിങ്ങിനോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് മത്സരിക്കുന്നതിൽ ഭയങ്കരധികം സന്തോഷിക്കുന്നു. എൻ്റെ പേര് ഫർസാന സാലി, തലശ്ശേരിയിൽ നിന്ന് വരുന്നു. പിന്നെ ഒരുപാട് കുക്കിംഗ് ചാനലിൽ പോയി പരിചയമുണ്ട്. പിന്നെ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുന്നുണ്ട് വീട്ടിൽ. ഒരു യൂട്യൂബർ കൂടിയാണ്. പച്ചൂസ് കിച്ചൺ. സോഷ്യൽ മീഡിയ ഇസ് എ ബിഗ് പ്ലാറ്റ്ഫോം ആക്ച്വലി പറഞ്ഞാൽ. എല്ലാവർക്കും വിട്ടുപോയിട്ടുണ്ട് ഇവിടെ പറയാൻ. എനിക്ക് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ യൂട്യൂബ് ചാനൽ? പറഞ്ഞില്ലേ, എനിക്കറിയാം.
എനിക്കൊരു പായസത്തിന് മാത്രം ഒരു ഷോപ്പ് ഇപ്പൊ റണ്ണിങ് ഉണ്ട്. ആണോ? പായസ ഷോപ്പുണ്ടോ? പായസത്തിന് മാത്രം. കണ്ണൂര്. അടിപൊളി. ഇപ്പോഴാണോ പറയുന്നത്? അപ്പൊ എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. ഓക്കെ, പായസ ഷോപ്പ് റൺ ചെയ്യുന്ന ആളാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാൻ എന്റെ ദൈവമേ, നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടോ. എനിക്ക് യൂട്യൂബ് ചാനലില്ല മാഡം. ജാനീസ് റസോയി എന്ന് പറഞ്ഞ പേജ് വഴിയാണ് ഞാൻ പായസം എല്ലാം വിൽക്കുന്നത്. FB പേജാണ്? അതെ. എന്താ എന്റെ പേര്? ജാനീസ് റസോയി. ജാനീസ് റസോയി. ഓക്കെ, അടിപൊളി അല്ലേ? എന്തായാലും ലേഡീസ് എല്ലാം വളരെ എന്റർപ്രൈസിങ് ആണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഏറ്റവും മോശമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമുക്ക് ചുറ്റും. അതൊരു വലിയൊരു ഓപ്പണിംഗ് ആണ് അല്ലേ സത്യം പറഞ്ഞാൽ. അതായത് പണ്ടത്തെ പോലെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ആ സ്കിൽസ് നമുക്ക് വെളിയിലോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ്, എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആരുടെ സഹായം വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവരുടെ കോൺഫിഡൻസ് അതുകൊണ്ട് ഒരുപാട്. തീർച്ചയായിട്ടും ഇറ്റ്സ് എ വെരി ഗുഡ് മൂവ്. അത് ഇപ്പം സമൂഹത്തിൽ വന്ന ഒരു വലിയ പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് നമുക്ക് അതിനെ കാണാം. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ്. എനിക്കൊരു കാര്യം കൂടെ പറയണ്ടേ ചേച്ചി, ഈ ചിരിയും കളിയും തമാശയൊക്കെ നമ്മൾ അവസാനം വരെ കൊണ്ടുപോകണം. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ 2 ദിവസം ഈ 3 ദിവസം നമ്മൾ ഒറ്റ ഫാമിലിയാണ്. ആ ഫാമിലി മൊമെന്റ്സ്, നൈസ് മൊമെന്റ്സ്, എന്തുകൊണ്ട് എന്തിന് അങ്ങനെ ഒന്നും ഇല്ല ചോദ്യങ്ങൾ. നമ്മൾ വന്ന് നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പോവുക. കാര്യം നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പരസ്പരം മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും കഴിവ് കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ്. ആരും ഒരു പൊടിക്ക് പോലും പിന്നിലേക്കില്ല. അപ്പം നിങ്ങൾ ഈ പാവപ്പെട്ട ജഡ്ജസിന്റെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കുക. നിങ്ങൾ വെക്കരുത്, എന്തുകൊണ്ട് അവർക്ക് കൊടുത്തു, എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തു, അങ്ങനെ ഒരു തോന്നൽ പോലും നമ്മൾ. കാര്യം നിങ്ങളെല്ലാം ഈക്വലി ആപ്റ്റാണ്. അപ്പം ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളാണ് ജഡ്ജസ് ആയിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇത്രയും കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് അതിൽ 1, 2, 3, 4, 5 എന്നൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ ആലോചിച്ചാൽ മതി. ഞങ്ങളെ കുറ്റം പറയില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ എത്രയും ട്രാൻസ്പെറൻസി ആയിട്ട് തന്നെ ആൻഡ് ഏറ്റവും ജസ്റ്റായിട്ട് അല്ലേ, ഏറ്റവും ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ വിഷമം ഉണ്ടാകും. ബട്ട് ദാറ്റ് കീപ് ദാറ്റ് അപ്പാർട്ട്. നിങ്ങൾ ആ ഈഗോ അങ്ങനത്തെ ഒന്നും വേണ്ട. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഇതൊരു ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ബോണ്ടിങ് ഉണ്ടാക്കുക, ഞങ്ങളുമായിട്ടും നിങ്ങൾ പരസ്പരവും. ഓണക്കാലം ഇവരെ രണ്ടുപേരും മാറ്റിയടിക്കണ്ടേ? യെസ്, വി ഹാവ് ടു ടേക്ക് ലോട്ട്സ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ 4 പേരുള്ള ഗ്രൂപ്പാണ്. ആദ്യത്തെ 4, ലാസ്റ്റിൽ 5 പേരുണ്ടാവും. ഓക്കെ, ടോട്ടൽ 21 കണ്ടസ്റ്റൻസ്. അങ്ങനെ അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് 5 റൗണ്ട് ഉണ്ടാവും. പ്രിലിംസ് റൗണ്ട് ഇസ് 5 റൗണ്ട്സ്. അതിൽ ആദ്യത്തെ 4 പേരുള്ള റൗണ്ട്സ് ആയിരിക്കും, 4 കണ്ടസ്റ്റൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ വിൽ ബി 5. 21 ആയതുകൊണ്ടേ ആ നമ്പർ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ ലോട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഷഫിൾ ചെയ്യുന്നു. നിങ്ങൾ സഫീറ റിയാസ് കണ്ണൂർ. അടുത്ത ആള് ഷാനിത എസ്. വലിയ പേരാണല്ലോ. ഫാത്തിമ തുൽ സുലേഖ, താമരശ്ശേരി, കോഴിക്കോട്. ഐഷ ഷഫി. ഇത് അടുത്ത ടീമാണ്. റഹന മുഹമ്മദ്. ഒരു രഹന കൂടെ കിടക്കട്ടെ. റഹന അഷ്റഫ്. നസീബ ഉണ്ണിക്കണ്ടത്തല്ലേ. സരിത സുരേഷ്, ആലപ്പുഴ. നല്ല ചിരിയാ. ഷിബി മനോജ്, 3rd ടീമാണ്, ബാംഗ്ലൂർ. റിയാന ഹംസ. ഇനി അടുത്ത ആള് ആൽഫിയ ഹജാര റാസി, ട്രിവാൻഡ്രം. അടുത്ത സ്വാതി അരവിന്ദൻ, തളിപ്പറമ്പ്. So 3rd team is over.
4ാമത്തെ ടീമിൻ്റെ ആദ്യത്തെ ആള് അഭിനയ. ഓക്കെ, അടുത്ത റിഫ തസ്നി താനൂർ. ജീന ഷിബിൻ ട്രിവാൻഡ്രം. ഫർസാന സലീം തലശ്ശേരി. ഓക്കെ, ഈ 4 പേരും 4ാമത്തെ ടീം. ആൻഡ് ഇനിയുള്ള 5 പേരാണ് 5ാമത്തെ ടീം. ഓക്കെ ഓക്കെ, ഇനി പറയാതെ അറിയായിരിക്കും. പ്രസീത തൃശ്ശൂർ. രഞ്ജു ബിനു കാസർഗോഡ്. ലത ആർ പൂജപ്പുര. പ്രിയ നെടുമങ്ങാട്. 4 പേരായി. ഇനി 5ാമത്തെ ആള് സജിത റഹീം, ദാറ്റ് ഈസ് കോഴിക്കോട്. ഓക്കെ, ഇതാണ് 5. അങ്ങനെ നമ്മുടെ 5 ടീമും ഫൈനലൈസ് ആയി കഴിഞ്ഞു. ആസ് സച്ച് ഫൈനലൈസ്ഡ്. ഇതൊരു നോക്കൗട്ട് റൗണ്ട് അല്ല. ഇതിലെങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ 5 റൗണ്ട് കഴിഞ്ഞിട്ടേ അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന 12 പേരെ ഞങ്ങൾ അനൗൺസ് ചെയ്യുള്ളൂ. സ്റ്റാർട്ടർ റൗണ്ട് എന്ന് വിചാരിക്കുക. അതെ, ദിസ് എ പ്രിലിമിനറി റൗണ്ട്. നിങ്ങളുടെ എല്ലാ കഴിവും മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 12 പേരെ ഈ 5 റൗണ്ടും കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ റൗണ്ടിൽ നിന്നും ഇപ്പോൾ 4 പേര് മത്സരിക്കുന്നു, അത് 2 പേരെ കയറണം, 2 പേര് പോകും, അങ്ങനെയല്ല. ചിലപ്പോൾ അതിൽ നിന്ന് ഒരാളായിരിക്കും സെലക്റ്റഡ് ആവുന്നത്, അടുത്തിപ്പോൾ 2 ആളായിരിക്കും സെലക്റ്റഡ് ആകുന്നത്, ചിലതിൽ 3 പേര് ചിലപ്പോൾ സെലക്റ്റഡ് ആവും. വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവരുടെയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആൻഡ് ദ ഫൈനൽ 12 നെക്സ്റ്റ് റൗണ്ട് കണ്ടസ്റ്റൻസ് വിൽ ബി. സെമി ഫൈനലിലേക്കാണ് സ്ട്രേറ്റ് അവേ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്പർ ഓഫ് റൗണ്ട്സും കുറവാണ്. ദാറ്റ്സ് മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ തുടങ്ങാം. ഇവർക്ക് റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ ഏകദേശം പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. എങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്നുകൂടി പറയുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പ്രിലിമിനറി റൗണ്ടിൽ ഇവർക്കൊരു ഫ്രീ റൗണ്ടാണ്. അവർക്ക് ഇഷ്ടമുള്ള ഏത് തരം പായസം വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷെ അതൊരു പായസം തന്നെ ആയിരിക്കണം. ലൈക്ക് ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റിലേക്ക് പോകരുത്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ പായസം. ആ പായസത്തിൽ മാക്സിമം ഇന്നോവേഷൻ, പുതുമ കൊണ്ടുവരാനാണ് ശ്രമിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പുതുമയുള്ളതാകാം, സ്വാദിൻ്റെ കാര്യത്തിൽ പുതുമയുണ്ടാകാം, പിന്നെ ക്രിയേറ്റിവിറ്റിക്കും വളരെയധികം ഇമ്പോർട്ടൻറ്റ്. അതായത് ബേസ് പായസം തന്നെ കീപ്പ് ചെയ്തേക്കാം. അത് കീപ്പ് ചെയ്യണം. പായസം വിട്ടൊരു തീം പോകരുത്. പക്ഷേ ക്രിയേറ്റീവ് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം, ആൻഡ് ടേസ്റ്റി ആയിരിക്കണം. പറയുന്ന സമയത്തിനുള്ളിൽ തീർക്കുകയും വേണം. അപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടൈം ടോട്ടൽ 1.5 hours. കാര്യം ഇതൊരു ഷൂട്ടിങ്ങും കൂടി ആയതുകൊണ്ട് സാധാരണ 1 മണിക്കൂറിൽ തീരുന്ന കാര്യം ഒരു അരമണിക്കൂർ എക്സ്ട്രാ എടുക്കും. അതുകൊണ്ട് 1.5 hours എല്ലാവർക്കും ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.